ഹായ് ഹലോ. അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വിഷുവിന് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. വിഷുവിന് ഇടാനും പക്ഷേ പുറത്ത് വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ അതിനും യൂസ് ചെയ്യാൻ പറ്റുന്നത്. കസവ് ഞാൻ മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു സെറ്റ് മുണ്ടിൻ്റെ നേരിയതാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫാബ്രിക്കിനെ ആദ്യം രണ്ടായി മടക്കി പിന്നെ മൊത്തത്തിൽ നമ്മൾ സാധാരണ മടക്കും പോലെ നാലായിട്ട് മടക്കി നമ്മളൊരു ലൈൻ ഡ്രസ്സിൻ്റെ പോലെയാണ് ചെയ്യുന്നത്. ഇത് മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഒരു 9 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന് പറ്റുന്ന രീതിയിൽ ആണ്. അപ്പോൾ അതിൻ്റെ ഷോൾഡറായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് 6 ഇഞ്ചാണ്. താഴേക്കും നമ്മൾ 6 ഇഞ്ച് തന്നെ എടുത്തിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടുത്തെ മെഷർമെൻ്റ് ആയിട്ട് 8.75 ആണ് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ വേസ്റ്റ് മെഷർമെൻ്റ് ആയിട്ട് ഇവിടെ 8.25 ആണ് എടുത്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതും നമ്മൾ മാർക്ക് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. താഴെ നമ്മൾ ലൈൻ ചെയ്യുമ്പോൾ ചെസ്റ്റ് മെഷർമെൻറ്റിൻ്റെ അവിടെ കിട്ടിയ 8.75ൻ്റെ കൂടെ ഒരു നമ്മൾ 5 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്താൽ മാത്രമേ നല്ല ഫ്ലെയർ ആയിട്ട് നമ്മുടെ ലൈൻ കുർത്തിയുടെ താഴ്ഭാഗം കിട്ടുള്ളൂ. അങ്ങനെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു 3 ഇഞ്ച് മേളിലേക്ക് അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ച് മേളിലേക്ക് ഇതുപോലൊരു ചെറിയൊരു സ്ലോപ്പ് പോലെയും കൂടി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫാബ്രിക്കിന് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും ഫാബ്രിക്കിൽ കട്ട് ചെയ്തല്ലേ കാണിക്കുന്നത്, അതുകൊണ്ടൊരു ചെറിയ വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പേപ്പറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇതേ മെഷർമെൻറ്റ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാബ്രിക്കിലോ പേപ്പറിലോ കട്ട് ചെയ്തെടുത്തിട്ട് ഡ്രസ്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെയാണ് നമ്മുടെ ബാക്കും ഫ്രണ്ടും പോർഷൻസ് രണ്ടായിട്ട് നമുക്ക് കിട്ടും. അതിലാണ് ഇനി നമ്മൾ പണിയാൻ പോകുന്നത്. അപ്പോൾ ഇതിലിനി നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ മേളിൽ നിന്നും താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ആ 2 ഇഞ്ചിന് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കതിനങ്ങോട്ട് മടക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുത്തെ ആ ഒരു പോർഷൻ നമുക്കങ്ങ് കട്ടായി പോകും. ഞാനിപ്പോൾ ഇവിടെ മടക്കിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മടക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇത് നമ്മൾ നമ്മുടെ ഡ്രസ്സിലും ചെയ്യുമ്പോൾ ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ലൈനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ കസവിൻ്റേതായതുകൊണ്ട് നല്ല ലൈറ്റായിരിക്കും. അതുകൊണ്ട് ഞാനിതിൽ ലൈനിങ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് വെച്ചിട്ട് നമ്മുടെ ഈ അരിക്ക് ഫുൾ ഞാനങ്ങ് ആദ്യമേ അങ്ങ് കട്ട് ചെയ്യല്ല, ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് താഴത്തെ പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്യാതെ വിടുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കതിനെ മറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ താഴെയും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ മറിച്ചെടുത്തിട്ട് നമ്മൾ നോർമലി 2 സൈഡും നല്ല ഭാഗവും വെച്ചിട്ട് അകത്ത് ചീത്ത ഭാഗത്ത് നമ്മൾ നമ്മുടെ സ്റ്റിച്ച് കൊടുത്ത് അങ്ങനെ ഫിനിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലൈനിങ് വെക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രാപ്പും കൂടി വെച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ രണ്ടാമതാണ് സ്ട്രാപ്പ് വെച്ചത്. എന്നിട്ട് ഇതിൽ കുറച്ചും കൂടി പെയിൻറ്റിങ് വർക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതും കൂടി അങ്ങ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതിൽ ഞാൻ കുറച്ച് ഫ്ലോറൽ ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. സമ്മർ ആകുമ്പോൾ നമുക്ക് ഇടാനും കൂടി എളുപ്പമാവുന്ന രീതിയിലാണ് ചെയ്തത്. കാരണം നമ്മൾ വിഷുവിന് കണിക്കൊന്നയൊക്കെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത വിഷുവിനല്ലേ പൊക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു സെറ്റ് മുണ്ടിൻ്റെ നേരിയ ഭാഗമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ മേളിലത്തെയും താഴത്തെയും കരയെല്ലാം കളഞ്ഞിട്ടാണ് ഈ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് സമ്മറിനിടാൻ പറ്റുന്ന രീതിയിൽ നല്ല ഫ്ലോറൽ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഒരു ഡ്രസ്സ് ചെയ്തേക്കുന്നത്. ഡ്രസ്സിൻ്റെ ബാക്ക് പോർഷനിലും ഞാൻ മേളിലും താഴെയായിട്ട് ഇത് ബാക്കിൽ ചെറിയൊരു ഡിസൈനേ ഉള്ളൂ, താഴെ നല്ല വലിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ജസ്റ്റ് കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.